നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിട്ടുള്ള PP ദിവ്യയുടെ ബിനാമി ഇടപാടുകളും അഴിമതികളും സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ 2025 ഫെബ്രുവരി 21 ഒരു വർഷം മുമ്പ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് നേരിട്ട് കൃത്യമായ തെളിവുകളും രേഖകളും സഹിതം ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും അറിയാം, വിവിധ തലത്തിലുള്ള കാര്യങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യക്ക് വിവിധ ബിനാമി സ്വത്തിടപാടുകളും ഈ പറഞ്ഞ ADMന്റെ മരണത്തിലേക്ക് നയിച്ച പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്കുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളും കണ്ടെത്തിയ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് കൃത്യമായ രേഖകളും തെളിവുകളും സഹിതം വിജിലൻസിന് പരാതി നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണം ആയിട്ട് മാത്രമായിരുന്നില്ല അക്കാര്യങ്ങൾ ഉന്നയിച്ചത്. PP ദിവ്യയുടെ ബിനാമി ഇടപാടുകൾ സാധൂകരിക്കുന്ന ബിനാമി കമ്പനി ഉടമകളും PP ദിവ്യയുടെ ഭർത്താവും ചേർന്ന് പാലക്കയം തൊട്ടിൽ ഭൂമി വാങ്ങിയതിന്റെ രജിസ്ട്രേഷൻ രേഖകൾ ഉൾപ്പെടെ വഴിവിട്ട് മതിയായ രേഖകളില്ലാതെ ബിനാമി കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിലെ കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ നൽകിയതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും രേഖകളും സഹിതം തന്നെയായിരുന്നു ഈ പരാതികളെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. പരാതി നൽകി 6 മാസം പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള അന്വേഷണമോ നടപടിയോ ആ പരാതിയിന്മേൽ വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. സ്വാഭാവികമായും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പരാതിയിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സ്വാഭാവിക നടപടിക്രമമാണ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇക്കാര്യത്തിൽ അതുപോലും ഇല്ലാതെ പരാതിക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ മൊഴി പോലും രേഖപ്പെടുത്താതെ ആ അന്വേഷണവും പരാതിയും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയ ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ സർക്കാരിനോട് ആ വേളയിൽ ചോദിച്ചു, എന്തുകൊണ്ട് ഈ പരാതിയിന്മേൽ സർക്കാർ അന്വേഷണം നടത്തുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോ പലതവണ കോടതിയിൽ അവധി ചോദിച്ച് മറുപടി നൽകാൻ സമയം ചോദിച്ച് ഏറ്റവും ഒടുവിൽ കോടതിയിൽ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ ഭാഗത്ത് മറുപടി നൽകി ഈ പരാതിയിന്മേൽ 17A അപ്രൂവലിന്, വിജിലൻസ് അന്വേഷണം നടത്തുന്നതിനുള്ള 17A അപ്രൂവലിന് സർക്കാരിന്റെ പരിഗണനയിലാണ്, അതിന്റെ അനുമതിക്കായി പരിഗണനയിലാണത്. എന്തിനീ അനുമതി ഇത്ര വൈകിപ്പിക്കുന്നു എന്ന് ചോദിച്ച വീണ്ടും ഹൈക്കോടതി അക്കാര്യത്തിൽ ഞാൻ സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയത് 2 മാസത്തിനകം ഈ 17A അനുമതിയിൽ തീരുമാനമെടുക്കണമെന്നും അതിനുശേഷം ആ തീരുമാനമനുസരിച്ച് ഹർജിക്കാരനായി എനിക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞ് അന്ന് ഹൈക്കോടതി ഉത്തരവിറങ്ങുന്നു. 2025 സെപ്റ്റംബർ 25 ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നത്. ഉത്തരവിറക്കി ഹൈക്കോടതി പറഞ്ഞ 2 മാസവും പിന്നിട്ട് 3 മാസവും പിന്നിട്ടിട്ടും സർക്കാർ അക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നില്ല. നേരത്തെ പരാതി നൽകി 6 മാസം പിന്നിട്ടിട്ട് പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാത്ത ഗവൺമെന്റ്, CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഹൈക്കോടതി 2 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്ന് ഉത്തരവ് നൽകിയിട്ട് പോലും ആ ഉത്തരവ് പാലിക്കാതെ സെപ്റ്റംബർ 25 കഴിഞ്ഞ് ഒക്ടോബറും കഴിഞ്ഞ് നവംബറും കഴിഞ്ഞ് ഡിസംബറും കഴിഞ്ഞിട്ടും
ഒരനക്കവും ഇല്ലാത്ത ഘട്ടത്തിലാണ് 2026 ജനുവരി 14 ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നേരിട്ടെത്തി സംസ്ഥാന ഗവൺമെന്റിന് ഈ ഭാഗമായി ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആൻഡ് വിജിലൻസിന് ഞാൻ നേരിട്ട് ഒരു കത്ത് കൊടുക്കുന്നത്. തീയതികൾ ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നതിന് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുള്ളത് കൊണ്ടാണ്. 14/1/2026 ഹോം സെക്രട്ടറിക്ക്, ഈ പറഞ്ഞ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആൻഡ് വിജിലൻസിന് മേൽ സൂചിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിന്റെയും എന്റെ പരാതി സംബന്ധിച്ച വിശദാംശങ്ങളും സഹിതം കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇതിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കാത്ത പക്ഷം കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കത്ത് നൽകുകയാണ്. ഈ കത്ത് നൽകിയതിന് തൊട്ട് പിന്നാലെ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഈ പറഞ്ഞ PP ദിവ്യക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് 21/1/2026 പുറത്തിറങ്ങുകയാണ്. ഇതിനിടയിൽ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഈ ഞാൻ കത്ത് നൽകിയതിനും കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനും സർക്കാർ തീരുമാനം എടുക്കുന്നതിനുമെല്ലാം ഇടയിൽ ജനുവരി 17 2026 ജനുവരി 17 ഒരു വാർത്തയും നിങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂരിലെ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. PP ദിവ്യ BJPയിലേക്ക് എന്ന് പറഞ്ഞൊരു വാർത്ത. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ PP ദിവ്യക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു യുവ CPM നേതാവിന്റെ വാക്കുകൾ കടമെടുത്താൽ സാക്ഷാൽ പിണറായി വിജയന്റെ സർക്കാരിൽ നിന്ന് മറിച്ചൊരു തീരുമാനം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഇത് പ്രസക്തമാകുന്നത് ഈ ഓർഡറിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഉന്നയിച്ച പല സുപ്രധാനമായ ആരോപണങ്ങളുണ്ട്. ആരോപണമായി തന്നെ നിലനിൽക്കട്ടെ. ഒന്ന്, പാലക്കയം തട്ടിലെ ഭൂമി ഇടപാട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഉത്തരവ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഇതിൽ അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പരാമർശവുമില്ല. വിജിലൻസിന്റെ അന്വേഷണത്തിലോ അന്വേഷണ റിപ്പോർട്ടുകളിലോ ഈ പറയപ്പെട്ട ഭൂമി ഇടപാട് സംബന്ധിച്ച് അന്വേഷണം നടന്നതായി പറയുന്നില്ല. ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ വില കുറഞ്ഞ, ഒരു നിലവാരവുമില്ലാത്ത, ഒരു തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഉപയോഗശൂന്യമായ ഭൂമി കോടിക്കണക്കിന് രൂപയ്ക്ക് ജില്ലാ പഞ്ചായത്ത് വാങ്ങിയത് സംബന്ധിച്ച് ഉള്ള ആരോപണത്തിന് മറുപടിയില്ല. നിർമ്മിതി കേന്ദ്രയ്ക്ക് നൽകിയ കരാറുകൾ സംബന്ധിച്ച് അന്വേഷണമില്ല. ആകെ ഇതിൽ പറഞ്ഞത് ഈ കമ്പനി ബിനാമി കമ്പനി ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിലേക്കും ഒരു വ്യക്തത ഈ ഗവൺമെന്റ് ഉത്തരവിൽ, വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിലില്ല. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ പറയാതെ പോകാൻ പറ്റാത്തതുകൊണ്ട്, ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ പുറത്തു വരുമല്ലോ. വളരെ കൃത്യമായി ഇവിടെ ഞാൻ ഉന്നയിച്ചത് എന്താണോ അത് സാധൂകരിക്കുന്നത് ഈ സർക്കാർ ഉത്തരവിൽ തന്നെ കിടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമനുസരിച്ച്, PP ദിവ്യയുടെ തീരുമാനമനുസരിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്ത ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്ന ഒരു റിപ്പോർട്ടായിട്ട് കൂടെ ഈ സർക്കാർ ഉത്തരവ് മാറുകയാണ്. അതെങ്ങനെയാണ്? സംസ്ഥാന ക്യാബിനറ്റ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സംസ്ഥാന മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം തെറ്റായിരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ യോഗത്തിൽ അതിന്റെ മിനിറ്റ്സ് തയ്യാറാക്കുന്ന, അതിന്റെ ചുമതലയുള്ള, അത് നിർവഹിക്കാൻ നിർവഹണ ഉദ്യോഗസ്ഥനായ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ആവും. എങ്ങനെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആവുന്നത്? വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വേർഡ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ. ആബ്സെൻസ് ഓഫ് ഡോക്യുമെന്ററി പ്രൂഫ് ഓഫ് വൈഡ് പബ്ലിസിറ്റി ഇൻ റെസ്പെക്ട് ദ 2023-24 ടെൻഡേഴ്സ്. ആ ടെൻഡറുകൾ കൃത്യമായി
അതിനാവശ്യമായ രേഖകളില്ല എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. സർക്കാർ ഉത്തരവിൽ ഇത്രയും ക്ലീൻ ചീറ്റ് നൽകാൻ വേണ്ടി അരിച്ച് കലക്കി കുടിച്ച് തയ്യാറാക്കി ഈ ഗവൺമെന്റ് ഓർഡറിൽ പോലും അങ്ങനെ പറയേണ്ടി വരുന്നു. ആൻഡ് വിച്ച് അമൗണ്ട് ടു എ പ്രൊസീജറൽ ഇറഗുലാരിറ്റി. എന്താണ് ഈ നടപടിക്രമങ്ങളുടെ വീഴ്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആവശ്യമായ രീതിയിൽ ടെൻഡറുകൾ ചെയ്തിട്ടില്ല എന്നും ഈ പറഞ്ഞ രേഖകളില്ല എന്ന് പറയുമ്പോൾ അതങ്ങ് ആവിയായി പോയോ? ജില്ലാ പഞ്ചായത്തിൽ ഈ പറഞ്ഞ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന PP ദിവ്യയുടെ ബിനാമി കമ്പനിക്ക് നൽകിയിട്ടുള്ള കരാറുകൾ സംബന്ധിച്ച രേഖകൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ആവിയായി പോയിട്ടില്ലല്ലോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ വരിയിൽ ഈ ഉത്തരവ് അവസാനിക്കുന്നതും വളരെ വിചിത്രമായി തന്നെയാണ്. ഇവിടെ പറയുന്നു, ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ conduct a detailed examination into the matter and to recommend for a vigilance inquiry എന്ന് ഇതേ ഉത്തരവിൽ തന്നെ പറയുന്നു. വിജിലൻസ് ഓൾറെഡി കണ്ടെത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള പുറത്തിറക്കിയിട്ടുള്ള ഈ ഉത്തരവിൽ തന്നെ വീണ്ടും പറയുകയാണ്, സെക്രട്ടറിക്കെതിരെ വേണമെങ്കിൽ ഈ പറഞ്ഞ വിജിലൻസ് അന്വേഷണം നടത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു നിർദ്ദേശം കൂടി കൊടുക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? ഇതിനകത്ത് ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബോധ്യവും വ്യക്തവുമുള്ള കാര്യമാണ്. PP ദിവ്യ എന്ന് പറയുന്ന CPMന്റെ നേതാവായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകളുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടാവും. ആകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പ്രതികരണങ്ങളാണ് PP ദിവ്യയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഒന്ന്, എന്നെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയും, എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, കേസ് കൊടുക്കും, കോടതിയിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞു. വർഷം 1 കഴിഞ്ഞ് ഇപ്പൊ അതും കഴിഞ്ഞ് മാസങ്ങൾ പിന്നെയും പിന്നിട്ടു. ഒരു സമൻസും ഇന്നീ നിമിഷം വരെ ഒരു കോടതിയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് സർക്കാർ ഇത്രയും റിസ്ക് എടുത്ത് PP ദിവ്യയെ സംരക്ഷിക്കുന്നു എന്നതിന്റെ കാര്യങ്ങളിലേക്ക് കൂടെ കടന്നുപോകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ മുതലേ പറഞ്ഞിട്ടുണ്ട്, ഇത് കേവലം PP ദിവ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന്. പല ഉന്നതരായ CPM നേതാക്കൾക്കും വളരെ കൃത്യമായ പങ്ക് ഈ PP ദിവ്യയുടെ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ചുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, ഈ പറഞ്ഞ PP ദിവ്യയുടെ ഹീറോ ആയ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത്തരമൊരു അന്വേഷണം നടത്തി അക്കാര്യങ്ങൾ വെളിച്ചത്ത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും എന്നെ സംബന്ധിച്ചില്ല. ശരിയായ രീതിയിൽ ഇത് അന്വേഷണം നടന്നാൽ PP ദിവ്യയിൽ മാത്രമല്ല പല ഉന്നതരായ CPM നേതാക്കളിലേക്കും, എന്തിനേറെ പറയുന്നു, പാർട്ടി സെക്രട്ടറിയുടെ വീട് മുതൽ AKG സെന്റർ വരെ തെളിവെടുപ്പിന് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഈ അന്വേഷണം മാറുമെന്ന തിരിച്ചറിവ് തന്നെയാണ് CPMനെ സംബന്ധിച്ച് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം. രണ്ടാമതൊരു വസ്തുത, നിങ്ങൾക്കെല്ലാം